ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ റെക്റ്റാങ്കുലർ ഫോമും പോളാർ ഫോമും അതിൻ്റെ കൺവേർഷനുമാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമുക്ക് ട്രിഗ്നോമെട്രിക്കൽ ഫോമും, അതായത് മൂന്നാമത്തെ ഫോമാണ് ട്രിഗ്നോമെട്രിക്കൽ ഫോമും എക്സ്പോണൻഷ്യൽ ഫോമും, ഈ രണ്ട് ഫോമും അതിൻ്റെ കൺവേർഷനും പഠിക്കാം. അപ്പോൾ ഞാനൊന്ന് കഴിഞ്ഞ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഫേസർ നമ്മൾ ആദ്യം വേവ് ഫോമായിട്ട് വരച്ചു, അതിനുശേഷം കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഫേസർ വരച്ചു. ഫേസറിനെ കുറച്ചും കൂടി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും, കൂടാതെ തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റി. ഈ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെ 4 വിധത്തിലുണ്ട്. അതിൽ ഒന്നാമത്തേതായിരുന്നു റെക്റ്റാങ്കുലർ ഫോം, രണ്ടാമത്തേത് പോളാർ ഫോം. ഈ രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ്, ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, നമ്മൾ കോമൺലി യൂസ് ചെയ്യുക റെക്റ്റാങ്കുലർ ഫോമും പോളാർ ഫോമുമാണ്. പിന്നെയുള്ളതാണ് ട്രിഗ്നോമെട്രിക്കൽ ഫോം, നാലാമത്തെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന എക്സ്പോണൻഷ്യൽ ഫോം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ട്രിഗ്നോമെട്രിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഫേസറിന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് R ഇൻറ്റു കോസ് 5 പ്ലസ് ജെ സൈൻ 5 ഈ ഫോമിൽ എഴുതുന്നതിനെയാണ് ട്രിഗ്നോമെട്രിക്കൽ ഫോം എന്ന് പറയാം. സെറ്റാണ് ഫേസർ, R അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഈ ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതും ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ഈ മാഗ്നിറ്റ്യൂഡ് ഐദർ RMS വാല്യൂ ഓർ ആംപ്ലിറ്റ്യൂഡ് ആവാം. നമ്മൾ ജനറലി ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ കേസിൽ RMS വാല്യൂ ആണ് യൂസ് ചെയ്യുക. ഫൈ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ, ഫേസ് ആംഗിൾ. പിന്നെ അതിൻ്റെ പ്രൊജക്ഷൻ വരച്ചു എക്സ് ആക്സിസിലേക്ക്. എക്സ് ആക്സിസ് എന്ന് പറയുന്നില്ല ഇവിടെ, റിയൽ ആക്സിസ് എന്നും ഇമാജിനറി ആക്സിസ് എന്നും പറയാം. അപ്പോൾ പ്രൊജക്ഷൻ വരച്ചു റിയൽ ആക്സിസിലേക്കും, വേറൊരു പ്രൊജക്ഷൻ വരച്ചു ഇമാജിനറി ആക്സിസിലേക്ക്. റിയൽ ആക്സിസിലുള്ള പ്രൊജക്ഷൻ്റെ ലെങ്ത്ത് എക്സ്, ഇമാജിനറി ആക്സിസിലുള്ള പ്രൊജക്ഷന് വൈ. ഓക്കെ, ഇനി Z ഈക്വൽ ടു R ഇൻറ്റു കോസ് 5 പ്ലസ് ജെ സൈൻ 5 എന്ന് പറഞ്ഞിരിക്കുന്ന ഫോമിൽ എഴുതുന്നതിനെയാണ് Z എന്ന് പറയാം. ഇനി ഇതിന് ട്രിഗ്നോമെട്രിക്കലിന് റെക്റ്റാങ്കുലർ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ട്രിഗ്നോമെട്രിക്കലിന് റെക്റ്റാങ്കുലർ ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. വളരെ എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ട്രിഗ്നോമെട്രിക്കലിൽ Z ഈക്വൽ ടു R കോസ് 5 പ്ലസ് ജെ സൈൻ 5. ഇനി നമുക്ക് റെക്റ്റാങ്കുലർ ഫോമിൽ എങ്ങനെയാണ് വരേണ്ടത്? റെക്റ്റാങ്കുലർ ഫോമിൽ Z ഈക്വൽ ടു എക്സ് പ്ലസ് ജെ വൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഫോമിലാണ് നമുക്ക് റെക്റ്റാങ്കുലർ ഫോമിൽ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അറിയുന്നത് ഇതാണ്, നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഇതിലേക്കാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് എക്സ് എന്ന് പറഞ്ഞാൽ R ഇൻറ്റു കോസ് 5 ആണ്. വൈ എന്ന് പറഞ്ഞാൽ R ഇൻറ്റു സൈൻ 5 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു R ഇൻറ്റു കോസ് 5, വൈ ഈക്വൽ ടു R ഇൻറ്റു സൈൻ 5 ആണ്. സോ എന്താ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. നമുക്ക് ഈ R ഇൻറ്റു കോസ് 5 ഈ ഇൻഫോർമേഷനൊക്കെ ട്രിഗ്നോമെട്രിക്കൽ ഫോമിൽ എഴുതുമ്പോൾ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് Z ഈക്വൽ ടു R കോസ് 5 എന്ന് പറഞ്ഞ് എഴുതാം, പ്ലസ് ജെ സൈൻ 5, ജെ ഇൻറ്റു ആറിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സൈൻ 5ക്കും ഒരു R വരൂലേ, R സൈൻ 5. അപ്പോൾ ഈ R കോസ് 5 എന്ന് പറയുന്നതാണ് എക്സ്, R സൈൻ 5 എന്ന് പറയുന്നതാണ് വൈ, പ്ലസ് ജെ. ഇപ്പോൾ റെക്റ്റാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ടായി. ഇനി നമുക്ക് റെക്റ്റാങ്കുലർ ഫോമിൽ നിന്ന് എങ്ങനെ തിരിച്ച് ട്രിഗ്നോമെട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. റെക്റ്റാങ്കുലർ ഫോം ടു ട്രിഗ്നോമെട്രിക്കൽ ഫോം. അപ്പോൾ റെക്റ്റാങ്കുലർ ഫോം എന്ന് പറഞ്ഞാൽ Z ഈക്വൽ ടു എക്സ് പ്ലസ് ജെ വൈ ആണ്. നമുക്ക് വേണ്ടത് ട്രിഗ്നോമെട്രിക്കൽ ഫോമിലാണ്. ട്രിഗ്നോമെട്രിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ R ഇൻറ്റു കോസ് 5 പ്ലസ് ജെ സൈൻ 5 ആണ്. അപ്പോൾ നമുക്കെന്താ, ഇതും ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം എക്സ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് അറിയുന്നത് എക്സും വൈയും ആണ്, നമുക്ക് വേണ്ടത് ആറും ഫൈയും ആണ്. അപ്പോൾ നമ്മൾ പോളാർ കൺവേർഷനിലേക്ക്, റെക്റ്റാങ്കുലർ ടു പോളാർ കൺവേർഷന് ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തോ അത് തന്നെയാണ് ഇവിടെയും വേണ്ടത്. പോളാറിൻ്റെ കേസിൽ
പോളാർ റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ r ഇൻറ്റു ആംഗിൾ ഫൈ എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആറും അറിയണം ഫൈയും അറിയണം. ഇവിടെയും ആറും അറിയണം ഫൈയും അറിയണം. ബാക്കി കോസും സൈനും വെച്ചിട്ട് അങ്ങ് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പോളാർ കൺവേർഷൻ്റെ റെക്ടാങ്കുലർ ടു പോളാർ കൺവേർഷൻ്റെ കേസിൽ നമ്മൾ r എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തേ? r ഈക്വൽ ടു ഏത് തിയറ യൂസ് ചെയ്തേ? പൈതഗോറസ് തിയറ യൂസ് ചെയ്തേ. r ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ. ഫൈ കണ്ടുപിടിക്കാനോ? ഫൈ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്. ആറും കിട്ടി ഫൈയും കിട്ടി. അപ്പോൾ r ഇൻറ്റു കോസ് ഫൈ പ്ലസ് ജെ ഇൻറ്റു സൈൻ ഫൈ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ട്രിഗ്നോമെട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ട്രിഗ്നോമെട്രിക്കൽ ഫോം ടു പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഈ ആറിന് ഇങ്ങ് എടുക്കുക, എന്നിട്ട് ആറിന് എഴുതുക. ആംഗിൾ ഫൈന് ഇങ്ങ് എടുക്കുക, എന്നിട്ട് ആംഗിൾ ഫൈ എന്നങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ എന്തായി? പോളാർ ഫോമിലായി. ഓക്കെ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോട്ടിൻ്റെ സൈഡിൽ ഒന്ന് ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കൺവേർഷനും ഈ രണ്ട് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മിക്കവാറും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 മാർക്കിനെങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും കൺവേർഷൻ. ഓക്കെ. അപ്പോൾ ട്രിഗ്നോമെട്രിക്കൽ ഫോം നമ്മൾ പഠിച്ചു. അടുത്തത് എക്സ്പോണൻഷ്യൽ ഫോം നോക്കാം. അപ്പോൾ അടുത്തത് എക്സ്പോണൻഷ്യൽ ഫോമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സ്പോണൻഷ്യൽ ഫോമാണ് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്. കാരണം ഒരു നമുക്ക് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അതിനു മുമ്പ് ഞാൻ ഡയറക്റ്റായിട്ട് ഈ ഫോമിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ 2 ഇക്വേഷൻ എഴുതുകയാണ്. e റേസ് ടു ജെ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റയും e റേസ് ടു മൈനസ് ജെ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റ. ഈ 2 ഇക്വേഷനും നിങ്ങൾക്ക് മാത്സിൽ പഠിച്ചതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുതിയൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക്കൽ ഫോമിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ മാത്രമാണ്. ട്രിഗ്നോമെട്രിക്കൽ ഫോം എന്തായിരുന്നു? ട്രിഗ്നോമെട്രിക്കൽ ഫോമിൽ നമ്മൾ ഫേസ് പറഞ്ഞാൽ r ഇൻറ്റു കോസ് ഫൈ പ്ലസ് ജെ സൈൻ ഫൈ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇതിലേക്ക് യൂസ് ചെയ്താൽ അവിടെ തീറ്റ ആയിരുന്നു, ഇവിടെ ഫൈ ആയി. ഈ ഫോമിൽ തന്നെയല്ലേ ഇതുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? r ഇൻറ്റു ഇ റേസ് ടു ജെ ആംഗിൾ ഫൈ സെറ്റ്. അപ്പോൾ ഈ ഒരു ഫോമിന് പറയുന്ന പേരാണ് എക്സ്പോണൻഷ്യൽ ഫോം. അപ്പോൾ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിക്കൽ ഫോമിന് എന്തൊക്കെ കൺവേർഷൻ ടെക്നിക്സ് ആണോ റെക്ടാങ്കുലർ ടു ട്രിഗ്നോമെട്രിക്കലിന് യൂസ് ചെയ്തത് അത് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇത് കുറച്ചും കൂടി ഷോർട്ടാണ്, എഴുതാൻ കുറച്ചും കൂടി ഷോർട്ടാണ്. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഓർമ്മിച്ച് വെക്കണം. അതായത് സപ്പോസ് നമ്മൾ ഫൈ എന്ന് പറയുന്ന ആംഗിൾ 45 ഡിഗ്രിയാണെന്ന് വിചാരിക്കും. ഫൈ 45 ഡിഗ്രിയാണ്. അപ്പോൾ ട്രിഗ്നോമെട്രിക്കൽ ഫോമിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? സപ്പോസ് 6 എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിക്കും, 5. അപ്പോൾ ട്രിഗ്നോമെട്രിക്കൽ ഫോം ആണെങ്കിൽ 5 ഇൻറ്റു കോസ് 45 ഡിഗ്രി പ്ലസ് ജെ സൈൻ 45 ഡിഗ്രി എന്ന് എഴുതാം. ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ അതേസമയം എക്സ്പോണൻഷ്യൽ ഫോമിനെ 5 ഇൻറ്റു ഇ റേസ് ടു ജെ 45 ഡിഗ്രി എന്ന് എഴുതരുത്. ഇത് തെറ്റാണ്. ഇവിടെ ഈ ഫൈ എപ്പോഴും നമ്മൾ റേഡിയൻ ആംഗിളിലായിരിക്കണം റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആംഗിൾ എപ്പോഴും ഡിഗ്രീസിലാവാൻ പാടില്ല, റേഡിയനിലായിരിക്കണം. അതായത് ഇവിടെ കറക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ സെറ്റ് ഈക്വൽ ടു 5 ഇൻറ്റു ഇ റേസ് ടു ജെ 45 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? π/4 ആണ്. π/4 ഇതാണ് കറക്റ്റ്.
നമ്മൾ ട്രിഗ്നോമെട്രിക്കൽ ആയിക്കോട്ടെ, ഇനിയല്ല പോളാർ ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ z ഈക്വൽ ടു 5 ഇൻറ്റു ആംഗിൾ 45 ഡിഗ്രി എന്ന് എഴുതാം, ഒരു തെറ്റുമില്ല. അല്ലെങ്കിൽ z ഈക്വൽ ടു 5 ഇൻറ്റു ആംഗിൾ π/4 റേഡിയൻ എന്ന് എഴുതാം, അവിടെയും തെറ്റില്ല. പക്ഷേ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം എഴുതുമ്പോൾ ഈ 5 എന്ന് പറയുന്നത് എപ്പോഴും റേഡിയനിൽ തന്നെ എഴുതണം. ഇനി അടുത്തത് നമുക്ക് ഒരു യൂട്യൂബ് വീഡിയോ കാണാം. അത് ഈ സബ്ജക്റ്റ് നമ്മുടെ ഈ FAC ആയിട്ട് ഒരു ബന്ധവുമില്ല, മാത്സ് റിലേറ്റഡ് ആണ്. ഈ ഒരു e⁻j⁵ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ, ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സബ്ജക്റ്റ് ഓഫ് ടോപ്പിക്കാണ്, നമ്മളെ സിലബസുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്നാലും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. സോ ആദ്യം നമുക്ക് ഈ ഒരു സെഷൻ, ഈ ഒരു വീഡിയോൻ്റെ അസൈൻമെൻറ്റ്, ഈ വീഡിയോ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട അസൈൻമെൻറ്റിനെ പറ്റി പറയാം. കഴിഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ 2 ഫോം പഠിച്ചു, ട്രിഗ്നോമെട്രിക്കലും എക്സ്പോണൻഷ്യലും. ഈ 2 ഫോമിൻ്റെയും നോട്ട്സ് എഴുതുക. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണോ എഴുതുക അത് തന്നെ നോട്ട്സ് ആയിട്ട് എഴുതുക. ആ നോട്ട്സ് ഞാൻ ഇത് എപ്പോഴാണോ പബ്ലിഷ് ചെയ്യുന്നത് ആ സമയത്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ പുതിയൊരു അസൈൻമെൻറ്റ് ക്രിയേറ്റ് ആവും, അതിലേക്ക് സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. അതാണ് ഈ സെഷൻ, ഈ ഒരു വീഡിയോ ക്ലിപ്പിനെ ബേസ് ചെയ്തിട്ട് ചെയ്യേണ്ട അസൈൻമെൻറ്റ്. ഇതും എഡ്പസിൽ ഞാൻ ഇടുന്നില്ല, ഡയറക്റ്റ് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. നിങ്ങളെ അസൈൻമെൻറ്റിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അറ്റൻഡൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ തരും. ഓക്കെ, അപ്പോൾ അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അത് ആ തന്നിരിക്കുന്ന ആ ടൈം, ഇപ്പോൾ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്ന സമയത്ത് എത്ര ദിവസം കൊണ്ട് ഇത് ചെയ്യണമെന്നുണ്ടാവും. മിക്കവാറും 1-2 ദിവസം, കാരണം ഇതിലധികം വർക്ക് വരുന്നില്ലല്ലോ, കൂടിപ്പോയൊരു പേജിൽ എഴുതാനുണ്ടാവും, അത്രയും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ റെസ്പോണ്ടും ചെയ്യണം. അപ്പോൾ അതാണ് എനിക്ക് ഈ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ആക്ച്വലി തീർന്നു. ഇനി അങ്ങോട്ടുള്ളത് 2 യൂട്യൂബ് വീഡിയോസാണ്, 1-2 യൂട്യൂബ് വീഡിയോസാണ്. അതും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ യൂട്യൂബ് വീഡിയോൻ്റെ താഴെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ വാച്ച് ചെയ്യാം. ഇനി അത് താല്പര്യമില്ല, മാത്സിന് അധികം താല്പര്യമില്ലാത്തതാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് യൂട്യൂബ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് യൂട്യൂബ് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇക്വേഷൻ ഇൻ മാത്സ് എന്നാണ്. മാത്സിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇക്വേഷൻ അതേതാണെന്ന് നോക്കാം. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്തിയതെന്നും ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. I want to share the most beautiful equation in math with you, okay? I'm ready. So actually this is literally, if you search Google, the most beautiful equation in math, you will find it. So this thing, I might need to use a little bit of the board. I'll just write this pi. We already know what pi is, right? There's another number in math, which is called I. This is the square root of -1. So somehow I is equal to the square root of -1, which you're not allowed to do. There's no way you can multiply 2 numbers together and get a negative one. Well, there is if you allow what are called complex numbers or imaginary numbers. So that's this I. You can multiply those 2 together. You can get an even more crazy number. Not only something that doesn't end, but it's not even a real number. But there's another number in math also, and that number is called E. And E appears on a lot of these scientific calculators. E is another number which is just like pi in the sense that it's transcendental. It doesn't stop anywhere. And also there isn't a very nice way to express what it is. So this one goes by 2.718. ഇപ്പോൾ ഈൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ട്രാൻസിഡൻഷ്യൽ എന്ന് പറഞ്ഞു, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അത് ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പൈൻ്റെ കേസിലാണെങ്കിലും ഈൻ്റെ കേസിലാണെങ്കിലും, ഈ എന്ന് പറഞ്ഞിരിക്കുന്ന ആ നമ്പറിൻ്റെ കേസിലാണെങ്കിലും അതൊരിക്കലും എൻഡ് ചെയ്യില്ല. അതായത് 3.14159 അതങ്ങനെ അങ്ങനെ കണ്ടിന്യൂസായി പോയിക്കൊണ്ടേയിരിക്കും. വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യില്ല. നമുക്കിപ്പോൾ ചില നമ്പർ ഒരു 1/3 ഒക്കെ ചെയ്താൽ
0.3333 അത് എൻ്റെ ഇല്ല, പക്ഷേ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചില പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ഈൻ്റെ കേസിലും പൈൻ്റെ കേസിലും നമ്പർ എൻഡും ചെയ്യില്ല, അതിൻ്റെ ഡെസിമൽ പോയിൻ്റ് എൻഡും ചെയ്യില്ല, റിപ്പീറ്റും ചെയ്യില്ല. 28 and so on. Actually, this number is also quite impressive. It's 1828, 1828, 45, 90, 45, and more digits beyond there. Okay, so a bunch of nice numbers. But this E actually comes also somewhere else in mathematics. Even though I told you this doesn't have any nice repeating decimal or even terminating decimal, with E, you can get E by saying, suppose I have a box of chocolates with 100 chocolates, and I drop them all on the ground, and I tried to put them all back in. This is like these nice chocolates where everything's different, right? Yeah. You can ask like, what's the probability that every chocolate went back in the wrong spot? And that probability becomes very close to 1 over E. That's this, and the more chocolates you have, the closer it is to this. Anyway, 3 crazy numbers. It turns out that if you take E and raise it to that, then I can finish the equation with 2 more numbers. Like the most basic numbers in math are 1 and 0. And this is true. So what's going on here is I've just put together 3 completely ridiculous numbers, and they together make -1. For all of the mess that was here, it has all come back in together right here. And this has a name. It's called Euler's identity. And it is actually the most beautiful equation in math because it combines all of these different constants together. There's your pi there, but suddenly the pi got joined with all these other ones. So there's some other fun parts here too. Have you seen the shirts with the pi and the I, the joke? Oh, yeah. Where pi says get real and I says be rational, right? They're basically calling each other out. So I've seen those shirts ever since I was in high school. It was like the speech bubble, get real, be rational. It's like the pot calling the kettle black. But actually that shirt should have one more punchline. The last punchline should be, well, let me write the joke first. This one says get real. And this one says be rational. The correct way to put the punchline on this joke is E should say, join me, and we'll be 1. So of course that's -1 right there. But somehow this punchline, the joke was never said before, and we thought of this joke about 2 years ago. You better market it But fast. we have They're all t-shirts. gonna steal it. We already made t-shirts with this. ആക്ച്വലി ഒരു ലോങ് വീഡിയോൻ്റെ ഒരു പാർട്ടായിരുന്നു. ഇതിൽ ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് e⁻j⁻θ നമ്മൾ cos θ പ്ലസ് j sin θ എന്ന് എഴുതി. ആ തീറ്റയ്ക്ക് പകരം പൈ ഇട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ എന്നതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഈ എക്സ്പൊണൻഷ്യൽ 2.17 അത് ഈ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. അതിന് വേറൊരു വീഡിയോ കാണാം. ഈ വീഡിയോ ആക്ച്വലി ഇനി ഞാൻ പറയാൻ പോകുന്ന ചാനൽ നിങ്ങൾക്ക് മാത്സിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ചാനലാണ് എഡ്ഡി ബൂ എന്ന് പറഞ്ഞ. ആക്ച്വലി ഈ ക്ലാസ് അവർ എഡ്ഡി ബൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ എല്ലാ ക്ലാസ്സും ലൈവ് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടാറുണ്ട്. നല്ല ക്ലാസ്സാണ്, ഇൻട്രസ്റ്റിംഗ്. മാത്സിലെ ചില കൺസെപ്റ്റൊക്കെ നല്ല രസത്തിൽ പറഞ്ഞ ഇതായിരിക്കും. നമുക്കെന്തായാലും ഈ ക്ലാസ്സിൽ ഇപ്പോൾ വാട്ട് ഈസ് ദ നമ്പർ ഇ ആൻഡ് വേർ ഡസ് ഇറ്റ് കം ഫ്രം. ഇ എന്ന് പറഞ്ഞിരിക്കുന്ന ആ നമ്പർ അതിൻ്റെ റെലവൻസ് എന്താണ് മാത്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്നതിനെ പറ്റിയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. ക്ലാസ് കുറച്ച് നോയ്സി ആയിരിക്കും ബിക്കോസ് ഇത് ശരിക്കുള്ള ക്ലാസ്സാണ്. നമ്മുടെ ക്ലാസ് പോലെ തന്നെ ഇവരും സംസാരിക്കും. വ്യത്യാസം എന്ന് പറയുന്നത് അവരെന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അവർ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, നമ്മൾ ലോക കാര്യങ്ങൾ സംസാരിക്കും. ഏതായാലും നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം. Yes? Okay, good. You'll need it in a second. Now,
When you hear the word exponential, there are a few different options for this, but what's the next word that you expect to come in the phrase? Growth, I think, is the right exponential growth. And that just means something's going really, really fast, right? Well, there's a specific kind of exponential growth that there is. And it comes from this. Okay, now, exponential growth doesn't just mean growth that's very, very fast. Okay, it means a particular kind of growth. Let me put it to this way, right? X squared, it grows fast, right? But x cubed grows faster, and x to the 300 grows faster. Okay, these all grow very fast, but they're all the same kind of growth. We call them polynomial growth. None of them, no matter how ridiculous this number gets, none of them are as fast as exponential growth because it's doing something different. Okay. The idea behind exponential growth is a population, right? The larger a population gets, the faster it can grow, right? Does that make sense? Like rabbits, the more that there are of them, right, the more quickly they can reproduce. It's not just, oh, they'll keep growing faster. It's by their very nature. The more rabbits there are, the faster they can make new families. Okay? And that's exactly the same thing that's happening with money. The more money you have, the more interest you can make, which means more money you have, right? So in other words, what distinguishes these two growths, even though this is fast, is that this is going to get ever faster and it's proportional to how big something is. So the bigger it gets, it's just going to go crazy. Okay? Now, think about this with me. Just think about a particular rate. Suppose I just have $1, right? I don't know if you guys realize this, but if you have $5, right, and you have some interest rate in some amount of time, that $5 is going to earn exactly the same amount of interest as $1 here, $1 here, $1 here, $1 here, and $1 here. Okay? So you get 5 bank accounts, all with $1 in them, and just by putting them in a pile of $5, they don't magically earn more interest. You go ahead and you check out the numbers, exactly the same. Okay? So therefore, I'm just going to consider the case of $1, because every dollar in my bank account, they're all the same, they're all going to behave exactly the same way. It's got lots of them doing the same thing. Okay, now, let's suppose there's a very, very generous bank account, right, which gives you 100% interest. ഓക്കെ ഇവർ സംസാരിക്കുന്നത് കുറച്ച് ഫാസ്റ്റാണ്, നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. എന്നാലും നമുക്കൊന്ന് പറയാം. ഇതുവരെ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ആണ്. അതിപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആയി. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു ഗ്രോത്ത് ഉണ്ടാവും. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഗ്രോത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിനെക്കാട്ടി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയിരിക്കും. എക്സ് റേസ് ടു 3 lakh എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവർ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ കണ്ടോ, എ ഈക്വൽ ടു 1 + r⁻n എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഇക്വേഷൻ, ഈ ഇക്വേഷൻ വെച്ച് ഗ്രോ ചെയ്യുന്ന അത്രയും എക്സ് റേസ് ടു 3 lakh എക്സ് റേസ് ടു 4 lakh ആണെങ്കിലും അങ്ങനെ ഗ്രോ ചെയ്യുന്ന രണ്ട് എൻറ്റിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. ഒരു എൻറ്റിറ്റി ഗ്രോ ചെയ്യുന്നത് 1 + r⁻n എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. വേറൊരു എൻറ്റിറ്റി 3⁻³ lakh എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 1 + r⁻n എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു എൻറ്റിറ്റി ആയിരിക്കും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് റാബിറ്റിൻ്റെ ഒരു കൂട്ടുണ്ടെങ്കിൽ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ കൂടുതൽ റാബിറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ റീപ്രൊഡക്ഷൻ, അങ്ങനെ പോപ്പുലേഷൻ കൂടിക്കൂടി വരും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലായിരിക്കും. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ ബാങ്കിൽ $1 ആണ് ഇപ്പോൾ ഉള്ളത്. ഇൻട്രസ്റ്റ് തരുന്ന 100% ആണ്. 100% പറഞ്ഞാൽ നേരെ ഡബിളാവും ഒരു വർഷം. ഇപ്പോൾ അതിൻ്റെ ടെന്യൂർ എന്ന് പറയുന്ന സേവിങ്സ് അക്കൗണ്ടിൻ്റെ ടെന്യൂർ കാലാവധി എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കാണ്. 100% എങ്കിൽ ആ ഒരു വർഷം കൊണ്ട് $2 ആവും. അങ്ങനെ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്ക്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സമ്മറി ഇടയ്ക്കിടയ്ക്ക് തരാം. അതല്ല നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്റ്റായിട്ട് വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ കയറി വീഡിയോ കാണാം. Okay, now this sounds very generous, doesn't it? But when you think in terms of the real world, actually, it's not that unusual. Think about a population, right? If you've got like rabbits, they literally can double, right? And actually doesn't take them a year to do it, okay? So this is not that unusual, right? So let's consider
1 year, 100% interest. Okay, so this is number 1. Okay, what will happen to my dollar? What will it become? $2. It'll become $2, and the reason why is because it'll be 1 plus the rate, 100%, which is just 1, to the power of 1. So you get 2. Okay. Now, as you know, though, at least if you're dealing with money, right? They don't wait for the end of the year to pay you your extra dollar. Okay. Actually, they're calculating interest constantly, and the more they calculate it, the more money you get, right? So let's do a bit of an experiment. Number 2. Suppose instead of waiting for a whole year, they do it, say, twice a year, semesterly, okay? Now, here's what I'm gonna have to do. I'm still getting 100% interest per annum, right? So the formula is not gonna be this, right? How must I adjust this formula? There are 2 compounding periods, but yes, something's gonna divide by 2. What's gonna divide by 2? So the rate, right? Instead of getting 100% at the end, I'll get 50% and then I'll get another 50%. So I get. ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 100% പെർ ആനമായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് ഒരു വർഷം കഴിയുമ്പോൾ നമുക്കിപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണുള്ളത് അതിൻ്റെ 100% കൂടി ആഡ് ചെയ്തിട്ട് അടുത്ത വർഷത്തേക്ക്. അപ്പോൾ ഈ വർഷം ഒരു $1 ആണെങ്കിൽ അടുത്ത വർഷം $2. അപ്പോൾ ഇതേ റേറ്റ് തന്നെ 100% തന്നെ റേറ്റ്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക്, സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. അപ്പോൾ 6 മാസത്തിലൊരിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വർഷത്തിലല്ലേ 100%. അപ്പോൾ 6 മാസം ആകുമ്പോൾ 50% ആവും. 50% 1/2. അപ്പോൾ ഫസ്റ്റ് മന്തിൽ 1 + 1/2 ഇൻറ്റു 1 + 1/2, അതിന് 1 + 1/2 റേസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അതായത് 100% തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, പക്ഷേ അത് 6 മാസത്തിലൊരിക്കൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി അത് മാസത്തിലൊരിക്കൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ദിവസത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ലെവലിലേക്കാണ് അത് പോകുന്നത്. നമുക്ക് കാണാം, വീഡിയോ കാണാം. This. Does that make sense? So what's that equal to? That's, yeah, 1.5 is going to be 2.25, right? 9/4. 2.25. So this is better. This is good, right? Well, why just do it once every semester? Why don't you do it every month? What formula should I write? 1 plus 1/12 to the 12. Okay, calculators, tell me what you get. $2.63. $2.61. Okay, now this is interesting. Look, when I doubled, I got an extra 25 cents. That's not bad. It's an extra 10% plus, right? From here to here, I've gotten more frequent, but I'm still gaining more. But actually, banks go even more than this, right? They'll do it every day for you, right? Case number 4, yeah. They won't pay it every day, but they'll calculate it every day. They tend to pay monthly. So, what equation should I write? 1 plus 1 on 365. And every day, they're going to go and calculate the interest. It's tiny, tiny, tiny. 2 now, give me some more decimal places. 2.7145. Okay, all right. Now, what's going on, right? I would say from monthly to daily, you've increased your rate of compounding dramatically. But all you've gained is like a piddly 10 cents, right? Well, just for the sake of it, maybe you think there's something wrong with their computers. Forget it. Every day, we have very fast computers now. Let's do it every minute, okay? Number 5. So let's go. 1 plus 1 on every day, 365. How many hours? 24. How many minutes? 60. Whatever that is, okay? 365, 24, 60. Someone's calculator. Guess what? Spoilers. 2.71828, blah, 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 blah. 2.71827. What happened? Now, here's the thing, right? I didn't even get a whole cent out of it, right? I suppose you can round up. What happened? Well, you know what? Like all of these are just arbitrary, okay? What mathematicians do is they say, forget all of this days, months, hours, you and your feeble units of measurement. They just say, well, what happens if you just say
Infinity. Right? Now, in maths we call this a limit because of course you can't actually do this. Infinity is not a number, it's just an idea. Right? But you can take some numbers which are pretty close. You can take like a million or something like that. Whatever large number you like. I did a trillion. You did a trillion, and I'll tell you right now, you're gonna get $8. Okay? This number, just like pi, I didn't say, oh, it better be a certain number. I better get there, right? It comes from a structure that exists in nature, namely how things grow when they grow in relation to their own size, or, if you like, how things decay when they decay with relation to their own size. Half-lives, those kinds of things. Radioactive decay. Temperatures that come down. The hotter something is, the faster it loses temperature. Okay? This is the number of proportionality, of proportional growth or proportional decay. And that's why it's so important, right? Because that's why it appears in your calculators, because it's a number that exists in reality, just like pi does. അപ്പോൾ ഈ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു നമ്പർ എന്തുകൊണ്ടാണ് പല ടെമ്പറേച്ചർ റിലേറ്റഡും കെമിക്കൽ റിലേറ്റഡും ആയിട്ടുള്ള ഇക്വേഷൻസ്, നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ ചില ഇക്വേഷനിലൊക്കെ ഈ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ പഠിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണത്. കുറച്ചൊക്കെ മനസ്സിലായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത്. നിങ്ങൾക്ക് ഈ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ETP എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചാനൽ. അത് കൂടാതെ നമ്പർ ഫയൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാനൽ കൂടിയുണ്ട്. ഇതൊക്കെ നല്ല ഈ മാത്സ് റിലേറ്റഡ് I want to tell you about a very famous number that you've heard. കുറച്ചധികം ചാനൽസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നെറ്റൊക്കെ ഉണ്ടെങ്കിൽ, യൂട്യൂബൊക്കെ കാണുന്ന ആളാണെങ്കിൽ ഇങ്ങനെയുള്ള ചാനൽസും കൂടി നിങ്ങൾ ഇപ്പോൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ കാണും. മാത്സും എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നൊരു ചാനലാണ് ഇലക്ട്രോ ബൂം. നല്ല ചാനലാണ്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം വീഡിയോസ് വരുന്ന ചാനലാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോസിൽ കുറച്ച് 2 ട്യൂട്ടോറിയൽ വീഡിയോസ് നമുക്ക് ചെയ്യാം. ഇതുവരെ പഠിച്ചതിൻ്റെ ട്യൂട്ടോറിയൽ സെഷൻസ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമുക്കൊരു ലൈവ് ക്ലാസ്സിൽ, നെക്സ്റ്റ് ലൈവ് ക്ലാസ്സിൽ ട്യൂട്ടോറിയൽ തന്നെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ലൈവായിട്ട് നമുക്കൊന്നിച്ച് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.